ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ദൈവം അങ്ങനെ ഒന്നും കാണാതെ അങ്ങനെ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്ത് അതിനെ ഭൂമിയിലേക്ക് അയക്കില്ലല്ലോ. എല്ലാ കുഞ്ഞിനും നല്ലതായി ഭവിക്കും. നീ കണ്ട ശരി വേണോട്ടാ. നീ എന്തിനാ പുറത്തു പോണേന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇവൻ ഇവിടെ നിന്ന് വാ തുറക്കില്ല. വാ തുറന്ന ഞാൻ ഇവനെ കഴുത്തെ പിടിച്ച് പുറത്താക്കും. എങ്കിൽ എനിക്കത് കാണുമല്ലോ. നിനക്ക് കാണോടാ? അല്ലേ വേണ്ട. ആ രാജു, ഇത് നിന്റെ ജീവിതമാണ്. നിന്റെ ജീവിതത്തില് തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നീ ആര് പറയുന്നതും കേൾക്കാൻ നിൽക്കണ്ട. വ്യക്തമായി നീ ഒരു തീരുമാനമെടുക്കുക. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് വിവാഹപ്രായമായി. അതുകൊണ്ട് ഏതായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിക്കണ്ട. കൃതിക മാഡത്തിന്റെ കാര്യത്തില് ഞങ്ങള് പറഞ്ഞ അഭിപ്രായം നീ കേട്ടില്ല. രമ്യയുടെ കാര്യത്തില് എന്താ പ്രശ്നമെന്ന് നീ ഞങ്ങളോട് പറ. നിനക്ക് ഈ വിവാഹം തീരെ ഇഷ്ടമല്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലോടാ. ആ കാരണം എന്താടാ? അച്ഛാ, ഞാൻ രമ്യ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ഒരിക്കലും അങ്ങനെ കാണാനും കഴിയില്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് എന്റെ സഹോദരിമാരുടെ കൂടെ ഞാൻ കണ്ടു വളർന്ന ആളാണ് രമ്യ. രമ്യ എനിക്ക് ഇതുവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും കഴിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, എന്റെ സ്വഭാവവും രമ്യയുടെ സ്വഭാവവും തമ്മില് ഒരിക്കലും ചേർന്ന് പോവില്ല. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞ 24 മണിക്കൂറും ഈ വീട്ടിൽ വഴക്കായിരിക്കും. അതുകൊണ്ട് അത് ശരിയാവില്ല അച്ഛാ. പിന്നെ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകളും അവരുടെ വീട്ടുകാരുടെ നിലപാടുകളും എനിക്കതൊന്ന് യോജിച്ചു പോകാൻ പറ്റില്ല. എടാ ജയ, ഇവൻ പറഞ്ഞൊക്കെ നീ കേട്ടല്ലോ? ഓ കേട്ടച്ച. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാടി. അച്ഛാ, ഇന്ന് ദിവ്യയുടെ അമ്മ വർമ്മ സാറിന്റെ വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് ദിവ്യയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടും പേരിടൽ ചടങ്ങൊക്കെ നടത്തണമെന്ന് അവര് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് വർമ്മ സാർ എന്ത് പറഞ്ഞു? അച്ഛാ, വർമ്മ സാറ് പറഞ്ഞത് അവിടെ വർമ്മ സാറിന്റെ വീട്ടിൽ വെച്ച് ആ ചടങ്ങ് നടത്താന്നാ. നന്നായി. ഒരു കുഞ്ഞിന്റെ ജന്മം, അതും ഒരു പിതൃത്വം നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞിന്റെ മുന്നോട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് അത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പ്രശ്നത്തില് നീ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് അംബികാമോടും ദീപക്കും വേറെ വഴിയില്ലാതെ ആ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് സമ്മതിക്കേണ്ടി വന്നത്. നീ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അവരൊരിക്കലും അത് സമ്മതിക്കില്ല. ഇനി മുന്നോട്ട് ദിവ്യയുടെ കുഞ്ഞ് ദീപക്കിൻ്റെതല്ലെന്ന് തെളിയിക്കാൻ അവരെന്ത് കളിയും കളിക്കും. അംബിക മാഡം അങ്ങനെയാണ്. അവരൊരു ക്രൂരയാ, മനസാക്ഷിയില്ലാത്ത ഒരു രാക്ഷസിയാ. അതേച്ചാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദിവ്യയുടെയും കുഞ്ഞിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തില് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആ കൊച്ചിന്റെ ജനന സമയവും ജനന തീയതിയും ഒന്ന് കുറിച്ച് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഇതാണ് സർ. ദാ 14 വയസ്സ് വരെ ആ കൊച്ചിന് കഷ്ടകാല. അത് കഴിഞ്ഞ്
ആ കുഞ്ഞിന് സമാധാനം ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞ് ജനിച്ചത് ദീപക്കിന് ഭാഗ്യ. ദീപക്ക് എന്നാ കുഞ്ഞിനെ അംഗീകരിക്കുന്നുവോ അന്ന് മുതല് ദീപക്കിന്റെ സമയം തരും. അതൊരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല ചാ. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലേ ദീപക് അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അംബിക മേഡത്തിനേക്കാളും ദുഷ്ട മനസ്സാ അവൻ്റെത്. ദുഷ്ടമനസ്സെന്നൊക്കെ പറയട്ടെ എന്താ കാര്യം? നല്ല സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഇല്ലേ? എടാ, സാമ്പത്തികം മാത്രം നോക്കിയാൽ മതിയോടെ കഴുതേ. ഒരു മനുഷ്യന് ജീവിക്കാൻ സമ്പത്തിനേക്കാളും എത്ര എത്ര കാര്യങ്ങളുണ്ട്. അല്ല, നിന്നോടാരിപ്പോ അഭിപ്രായം ചോദിച്ചത്? നീ പോയി കിടന്ന് ഉറങ്ങടാ. ഉറങ്ങാനോ? എനിക്ക് വിശക്കുന്നു. എനിക്ക് എന്തെങ്കിലും കഴിക്കണം. എടാ, നീ ഇപ്പൊ അകത്ത് കയറിപ്പോ. കറിയാവുമ്പോ ഇവിടെ നിന്നെ വിളിച്ചോളും. പ്രിയ, നീ അവനെ വിളിച്ചിട്ട് പോയേ. ശരി അച്ഛാ. ചേട്ടൻ വന്നേ. മലക്കറി പുറത്തിരിക്കുന്നുണ്ട്. എടാ, എല്ലാം ശരിയാവും. നീ ഒരു കാര്യം ചെയ്യ്. കുളിച്ച് റെഡിയായി വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ശരി അച്ഛാ. നീ എന്താ ആലോചിക്കണേ? അല്ല വേണോട്ടാ, ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. വേണോട്ടൻ പറഞ്ഞത് എന്ത് ശരിയാ? അച്ഛനില്ലാതെ വളരേണ്ടി വരുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥ ഓർക്കുമ്പോ ആ കുഞ്ഞിന്റെ അച്ഛൻ സ്വന്തം മകനാണെന്ന കാര്യം അംഗീകരിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് അത് വല്ലാതെ വിഷമം തോന്നുന്നു വേണോട്ടാ. നീ വിഷമിക്കണ്ടടി. ദൈവം അങ്ങനെ ഒന്നും കാണാതെ അങ്ങനെ ഒരു കുഞ്ഞിന് ജീവൻ കൊടുത്ത് അതിനെ ഭൂമിയിലേക്ക് അയക്കില്ലല്ലോ. എല്ലാം കുഞ്ഞിന് നല്ലതായി ഭവിക്കും. നീ കണ്ട ശരി വേണോട്ടാ. നൂലുകെട്ടും പേരുള്ള ചടങ്ങൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ദിവ്യയുടെ കുഞ്ഞിനെ ദീപക്കിന് അംഗീകരിക്കേണ്ടി വരും. അതോടെ ദീപക്കിന്റെ കാര്യത്തില് എന്നേക്കുമായിട്ടൊരു തീരുമാനം ഉണ്ടാവും. പക്ഷേ രോഹന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടാത്തത്. എനിക്ക് പേടിയാവുന്നു. രാജുവിനെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാം.